RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ നടന്ന ബാഴ്സലോണയുടെ ലാ ലീഗിലെ രണ്ടാമത്തെ എവേ മാച്ചിനെ കുറിച്ചാണ്. എവേ മാച്ചിൽ ലെവന്റെക്കെതിരെ 2-0 ഫസ്റ്റ് ഹാഫിൽ തോറ്റു നിന്നിട്ട് വളരെ മോശമായിട്ടൊരു കളി പുറത്തെടുത്ത ബാഴ്സലോണ സെക്കൻഡ് ഹാഫിൽ 3 ഗോൾ തിരിച്ചടിച്ച് കംബാക്ക് നടത്തിയിരിക്കുന്നത്. ഈ സീസണിൽ വീണ്ടും ചങ്ങനമാർ കംബാക്ക് നടന്നിരിക്കുന്നത്. ആദ്യം എതിർ ടീമിനെ കുറേ ആഘോഷിക്കാനും സന്തോഷിക്കാനുള്ള വകയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവർ ജയിച്ചു എന്ന് അവരോ തന്നെ ബോധിപ്പിക്കും. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇതെല്ലാം ഉടച്ച് കൈകൾ കൊടുക്കും. ഇന്നലെ ലെവന്റന്റെ കളി തുടങ്ങി. ലെവന്റന്റെ കോച്ച് ഇന്നലെ കളിക്ക് മുമ്പുള്ള വാർത്താ സമ്മേളനത്തോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാഴ്സലോണയ്ക്ക് എതിരെയുള്ള ഞങ്ങൾ കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങോടെയാണ് ഇറങ്ങുന്നത്, ഞങ്ങൾക്കത് അവരെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മളും കളി കണ്ടപ്പോൾ വിചാരിച്ചെന്താണ് പടച്ചനെ തീരുമാനമായോ എന്താ പറഞ്ഞാൽ അത്രയും നന്നായിട്ടാണ് അവർ ഡിഫൻസും ചെയ്ത് അതേപോലെ അറ്റാക്കിങ് ചെയ്ത് നല്ല കൗണ്ടറിനോടുകൂടി 2 ഗോളുകൾ നേടി. 2 ഗോളല്ല അത് കൂടുതൽ നേടി, പക്ഷേ ഓഫ് ലൈൻ ട്രാക്കിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ബാഴ്സലോണ വീണ്ടും കംബാക്ക്, കഴിഞ്ഞ സീസണിലെ കംബാക്ക് രാജാക്കന്മാരായിരുന്നു. അത് ഒരുപാട് ഗോളുകൾ ബെൻഫിക്ക, അതേപോലെ ഇന്റർ മിലാൻ, അതേപോലെ റയൽ മഡ്രിഡ്, അങ്ങനെ ഒരുപാട് ടീമുകൾ, സെൽറ്റ വിഗോ, അങ്ങനെ ഒരുപാട് ടീമുകൾ കംബാക്കുകൾ അറിഞ്ഞാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബെൻഫിക്ക ആയിട്ടുള്ള മത്സരമായിരുന്നു. അതിൽ 6 ഗോളിന്റെ ഒക്കെ ഒരു കംബാക്കായി തിരിച്ചു വരവുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സീസണിൽ ഫസ്റ്റ് കംബാക്ക് ബാഴ്സലോണ അടിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ നിറമങ്ങിയ കളിയായിരുന്നു ബാഴ്സലോണയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ റാഷ്ഫോർഡിനെയൊക്കെ ഫസ്റ്റ് ഹാഫിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ചത്. റഫീനയ്ക്ക് ഏതാ പൊസിഷൻ, മിഡ്ഫീൽഡ് ആണോ അതോ നമ്പർ 10 ആണോ നമ്പർ 9 ആണോ ഏതാണെന്നൊന്നല്ല, റഫീന അങ്ങനെ ഗ്രൗണ്ടിൽ പാറിപ്പാ നടക്കായിരുന്നു. അതേപോലെ തന്നെ യമാല് ഫസ്റ്റ് ഹാഫിലൊക്കെ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, കഴിഞ്ഞ സീസണിലൊന്നും അങ്ങനെ ഒരു യമാലിലല്ല കണ്ടിരുന്നത്. പരമാവധി അസിസ്റ്റുകളായിരുന്നു കൂടുതൽ, പരമാവധി കളിയിൽ മേക്ക് ചെയ്യുക, കളി നിയന്ത്രിക്കുക, അതേപോലെ കളിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന യമാലിനെ കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ കളിയിൽ ഒരു 80-ാം മിനിറ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചങ്ങായി ഫുൾ ഗോളിന് വേണ്ടി, ഗോൾ സ്കോറിങ്ങിന് വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. അതേ ബസ് പാർക്കിംഗ് ചെയ്തിരുന്ന ലെവന്റെ ഡിഫൻഡർമാരുടെ മേലെ തട്ടിയിട്ടും അതേപോലെ ഒരുപാട് ഗോളുകളൊക്കെ മേലെ തട്ടിയിട്ടൊക്കെയാണ്, ഡിഫൻഡർമാരുടെ മേലെ തട്ടിയിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായത്. പക്ഷേ ഫെറാൻ ടോറസിലൂടെയും അതേപോലെ പെഡ്രിയുടെ മാജിക്കിലൂടെയും ലമാലിന്റെ ഒരു എടുത്തിട്ടത് ഓൺ ഗോളിലൂടെയും 3-0 വിജയിച്ചു. 90-ാം മിനിറ്റിലാണ് വിജയ ഗോൾ നേടുന്നത്. അതും യമാലിന്റെ ഒരു കിക്ക് ലെവന്റയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ മിഡ്ഫീൽഡറിന്റെ തലയിൽ തട്ടിയിട്ടാണ് അത് ഗോൾ പോസ്റ്റിലേക്ക്. ഇന്നലത്തെ ശരിക്കും പെഡ്രി അല്ല, ഇന്നലെ സമനിലയായിരുന്നെങ്കിൽ ചിലപ്പോൾ ലെവന്റയുടെ ഗോൾ കീപ്പറൊക്കെ ആയിരിക്കും ഇന്നലെ മാൻ ഓഫ് ദി മാച്ച്. അത്രയും മനോഹരമായ സേവുകളായിരുന്നു ഇന്നലെ ചങ്ങയുടെ ഭാഗത്തുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 62 വർഷങ്ങൾക്ക് ശേഷമാണ് എവേ മാച്ചിൽ 2 ഗോളിന് പുറകിൽ പോയ ശേഷം ബാഴ്സലോണ ലാലിഗയിൽ തിരിച്ച് വന്ന് കംബാക്ക് അടിക്കുന്നത്. 62 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെയാണ് ഞാൻ ന്യൂസ് അറിഞ്ഞത്. 49 മിനിറ്റ് വരെ 2 ഗോളിന് പുറകിൽ നിന്ന ബാഴ്സലോണ 49-ാം മിനിറ്റിൽ 2-1 ലീഡ് നേടുകയാണ്. അതിനുശേഷം 52-ാം മിനിറ്റിൽ 2-2 സമനില നേടി. അതിനുശേഷം 90+1 മിനിറ്റുകൾക്കാണ് വിജയ ഗോൾ നേടിയിട്ട് ബാഴ്സലോണ വിജയിക്കുന്നത്. എങ്ങനെയായിരുന്നു ബാഴ്സലോണ ഫാൻസ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ? എനിക്ക് ഫസ്റ്റ് ഹാഫ് തീരെ ഇഷ്ടപ്പെട്ടില്ല കളി. അൻസിഫർക്ക് ഇത്ര നല്ലൊരു സ്കോഡ് ഉണ്ടായിട്ടും റാഷ്ഫോർഡിനെ ഒന്നില്ലെങ്കിൽ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുക, അല്ലെങ്കിൽ റാഷ്ഫോർഡിന് അതേ പ്രശ്നം. റാഷ്ഫോർഡും ഗോൾ സ്കോർ ചെയ്യാനാണ് ഇപ്പൊ തന്നെ നോക്കുന്നത്. വന്ന് കളിച്ച് ടീമായിട്ട് സെറ്റ് ആവണം. സെറ്റായ ശേഷം അസിസ്റ്റുകളും ഗോളുകളൊക്കെ വരും. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇന്നലത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ലെമാൽ ആയിക്കോട്ടെ, റാഷ്ഫോർഡ് ആയിക്കോട്ടെ ഗോൾ സ്കോർ ചെയ്യുക, റഫീനി ആയിക്കോട്ടെ ഗോൾ സ്കോർ ചെയ്യുക, അല്ലാതെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണ് പെഡ്രിയുടെ കയ്യിൽ നിന്ന് സുന്ദരമായ 42-ാം മിനിറ്റിൽ സുന്ദരമായ ഒരു കിക്ക്. എനിക്ക് ആ കളി കണ്ടപ്പോൾ, ആ ഒരു ഗോൾ കണ്ടപ്പോൾ എനിക്ക് റാക്കി ടച്ച് അടിച്ചൊരു ഗോളുണ്ട്. എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അത്രയും സുന്ദരമായിരുന്നു. ഗോളിക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു അടിപൊളി പെനാൽറ്റി ബോക്സിന്റെ വെളിയിൽ നിന്നുള്ള ഷോട്ടായിരുന്നു. അതിനുശേഷം ഫെറാൻ ടോറസിന് ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഫെറാൻ ടോറസിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ആൾക്ക് 50-50 ചാൻസുകളൊന്നും ഗോളാക്കാൻ അത്ര മിടുക്കനല്ല. അതിന് മുമ്പ് കുറേ ചാൻസുകൾ കിട്ടി, കുറേ ഗോളിയുടെ കയ്യിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചുരുങ്ങിയ ഒരു 3 ഗോളെങ്കിലും ഫെറാൻ ടോറസിന് അടിക്കേണ്ട ചാൻസുകൾ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നല്ലൊരു സ്ട്രൈക്കർ വരികയാണെങ്കിൽ ബാഴ്സയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഫെറാൻ ടോറസിനെയും ലെവൻഡോസ്കിനെയും റാഷ്ഫോർഡിനെയും വെച്ച് ഈ സീസണും കടക്കായിരിക്കും. പക്ഷെ അടുത്ത സീസണിൽ ജൂലിയാൻ ആൽവാരസിനെ പോലെയോ അല്ലെങ്കിൽ നല്ലൊരു സ്ട്രൈക്കർ ബാഴ്സലോണയ്ക്ക് അനിവാര്യമാണ്. അതേപോലെ ഇന്നലത്തെ കളിയിൽ എനിക്ക് മോശമായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ ഡിഫൻസ്. ഓഫ്ലൈൻ ട്രാപ്പിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സുന്ദരമായിട്ട് മാർട്ടീനസും കുബാർസിയൊക്കെ നമ്മളെ ഡിഫൻസ് കൊണ്ട് ബാൽഡിയൊക്കെ ഭരിച്ച സമയത്ത് ഇപ്രാവശ്യം അറോഹോയാണ്. എനിക്ക് അറോഹോന്റെ ഒരു ഇതോടുകൂടി, അതേപോലെ എറിക് ഗ്രാസിയാണ് റൈറ്റ് വിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കോംബോ അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്താ പറയുക, അറോഹോ ചില സമയങ്ങളിൽ ആളുടെ ശരീരപ്രകൃതം നോക്കിയിട്ട് തന്നെ പറഞ്ഞാൽ ആൾ ഫുൾ ഫിറ്റായിട്ട് കളിക്കുന്ന പോലെ തോന്നുന്നില്ല. എന്താ പറഞ്ഞാൽ ഓടിയെടുക്കുന്നത്, ബോൾ റിക്കവർ ചെയ്യുന്നു, അതേപോലെ ഹെഡ് ചെയ്യുന്നതൊക്കെ മിസ്സിങ്. ലോങ് ബോൾ വരുന്ന സമയത്ത് ലോങ് ബോൾ ഹെഡ് ചെയ്തിട്ട് ഒഴിവാക്കണം.
അപ്പോൾ അവരുടെ ഗോൾ കീപ്പർ അടിക്കുന്ന ബോളുകളൊക്കെ ഹെഡ് ചെയ്യുന്നപ്പോൾ ഒരുപാട് മിസ്സുകളാണ് കാണുന്നത്. അതുപോലെ സെക്കൻഡ് ഹാഫിൽ കുണ്ടയൊക്കെ ഇറങ്ങിയപ്പോൾ കളിയുടെ ഗതി കുറച്ച് മാറാൻ തുടങ്ങിയത്. ബാൽഡെ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. ബാൽഡെ എല്ലാ പ്രശ്നങ്ങളും ഒരു ഫിനിഷിങ്ങും അതേപോലെ പാസിങ്ങിലുള്ള ഒരു കറക്റ്റ് പൊസിഷനിലുള്ള പാസിങ്ങും വരാത്തത് കൊണ്ട് കുറേ ബോൾ തട്ടിക്കളിച്ചു. ഫസ്റ്റ് ഹാഫിൽ കസേഡോ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, പെഡ്രിക്ക് കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 3 മിഡ്ഫീൽഡർമാരില്ലാത്ത ഒരു കുറവ് ഫസ്റ്റ് ഹാഫിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അതിനുശേഷം ഓൽമോ ഇറങ്ങി, പെഡ്രിക്ക് കൂട്ടായിട്ട് ഗാവി ഇറങ്ങി. അപ്പോഴാണ് കളി ഒന്ന് നിയന്ത്രിക്കാൻ തുടങ്ങി. അതുവരെ പെഡ്രിയിൽ ഒതുങ്ങുന്നു. കസാഡോ ഒരുപാട് ബോള്, കസാഡോന്റെ തന്നെ ആയിരുന്നു ഒരു 25% 35% ഒരു ബോൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ ബോളുകൾ നിയന്ത്രിക്കല്ലാതെ ബോൾ കയറി പോകുന്നില്ല. എന്നാൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലായിട്ട് വേറെ ആളെന്ന് പറഞ്ഞാൽ റഫീനിയാണ് കളിക്കുന്നത്. പിന്നെ ബാൽഡെ കയറി വരുന്നുണ്ട് ലെഫ്റ്റ് വിങ്ങിലൂടെ. അങ്ങനെയുള്ള കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതെന്താണ് ചിലപ്പോൾ കോച്ചിന്റെ ചിലപ്പോൾ ഇതായിരിക്കും എന്ന് പറയും. അതേപോലെ ഫുള്ളായിട്ടൊരു പ്രസ്സിങ് കഴിഞ്ഞ പ്രാവശ്യം സീസണിലെ പോലെ തുടക്കമായിരിക്കാം. അതേപോലെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ സമ്മർ പോയിക്കൊണ്ടിരിക്കുകയാണ്, ചൂടുണ്ട്, അത് നമുക്ക് കണ്ടറിയാം പ്ലേയേഴ്സിന്റെ ശാരീരിക. ഇനി തണുപ്പിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ വിന്ററൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ക്ലൈമറ്റും കാര്യങ്ങളും. അതേപോലെ സീസൺ തുടങ്ങിയിട്ടുള്ളൂ. അതും 2-3 എവേ മാച്ചാണ് ബാഴ്സലോണയ്ക്ക് ആദ്യ ഈ സീസണിൽ തുടക്കം തന്നെ 3 എവേ മാച്ചുകളാണ്. 2 മാച്ചിലും വിജയിച്ചു, ഇനി ഒരു മാച്ചും കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒക്കെ ഉണ്ടാവും എവേ മാച്ച്, അവിടുത്തെ സ്റ്റേഡിയം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ഇതിൽ ഇന്നലത്തെ പെഡ്രിയാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കളി സെക്കൻഡ് ഹാഫ് നിയന്ത്രിച്ചത് ചങ്ങായി തന്നെയാണ്. ചങ്ങായിന്റെ ആ മാജിക്കൽ ഞാൻ ഫസ്റ്റ് ഹാഫിൽ കണ്ടപ്പോൾ പെഡ്രിനെ അങ്ങനെ കാണുന്നില്ല. ബോൾ ഇങ്ങനെ പാസ് ചെയ്തല്ലാണ്ട് ക്രിയേഷനോ അങ്ങനെ ഒന്നും കാണുന്നില്ലാണ്ടായപ്പോൾ എനിക്ക് തോന്നി എന്ത് പറ്റി ചങ്ങായിക്കെന്ന് ചോദിച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അതിനുള്ള മറുപടി ക്ലിയർ ആയിട്ട് ആൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോള്, അതിസുന്ദരമായിരുന്ന ആ ഗോള് കാണുന്ന പറഞ്ഞാൽ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഹാൻസി ഫ്ലിക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ എടുത്ത തന്ത്രങ്ങളായിരിക്കും. റാഷ്ഫോർഡിനെ ഇനി എങ്ങനെ ഉൾക്കൊള്ളിക്കണം, സ്ട്രൈക്കറായിട്ട് കളിക്കണോ വിങ്ങിൽ കളിക്കണോ, അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും കൊടുത്തത്. പക്ഷേ റാഷ്ഫോർഡിനെ ഫസ്റ്റ് ഹാഫിൽ നിന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചെയ്തുകൊണ്ട് വലിയ കാര്യമായി. പിന്നെ ലെവൻഡോസ്കി അവസാന നിമിഷങ്ങൾ ഇറങ്ങി 1-2 ചാൻസുകൾ പെനാൽറ്റി ഒക്കെ കിട്ടേണ്ടതായിരുന്നു. അതേപോലെ ഇന്നത്തെ പെനാൽറ്റി വിവാദം ഉണ്ടായിരുന്നു. ലാ ലീഗയിൽ ഏത് മത്സരങ്ങളും, മെയിൻ മത്സരങ്ങൾ, എല്ലാ മത്സരങ്ങളും നമ്മൾ മറ്റുള്ള മത്സരങ്ങളൊക്കെ കാണാത്തതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ചെറിയ ടീമുകളുടെ ഇപ്പോൾ സെൽറ്റയുടെ അങ്ങനെ ഒരുപാട് ടീമുകളുണ്ടല്ലോ, അതൊക്കെ കാണാൻ മെയിൻ മത്സരങ്ങൾ മാത്രം കാണുന്നതുകൊണ്ടായിരിക്കും നമുക്കറിയാത്ത. ലാ ലീഗയിൽ ലെഫ്റ്റ് ഇപ്പോഴും ഒന്നും പറയാനില്ല. ഈ ഇന്നലെ ബാൽഡെ കൈകൊണ്ട് തടുത്ത പെനാൽറ്റി, അത് എനിക്ക് കറക്റ്റായിട്ട് വിലയിരുത്താൻ അറിയില്ല, പെനാൽറ്റി കൊടുത്തു. അപ്പോൾ ഇത് കഴിഞ്ഞ സീസണിൽ ഫെറാൻ ടോറസ് അടിച്ച, അത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഫെറാൻ ടോറസ് അടിച്ചത് ചൗമിനിയുടെ കയ്യിൽ, അത് നോർമൽ പൊസിഷൻ എന്ന് പറഞ്ഞത് ക്ലിയർ, ഇങ്ങനെ നിൽക്കുന്ന ബോൾ ക്ലിയർ ആയിട്ട് കയ്യിൽ തട്ടിയിട്ട് അതേ റഫേ ആയിരുന്നു. അതേപോലെ കഴിഞ്ഞ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് അനുകൂലമായിട്ട് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഫറിങ് ഇത്രയും സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടായിട്ടും റഫറിങ്ങിലെ കുറെ പിഴവുകൾ, അത് ബാഴ്സലോണയ്ക്ക് ആയിക്കോട്ടെ റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ ഏത് ടീമിന് അനുകൂലപ്പെടുത്തിയത്, കളി നടക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഒരു സൗന്ദര്യത്തോടുകൂടി നടക്കും. ഈ റഫറിങ്ങിന്റെ പേരിൽ ഒരു പ്ലേയേഴ്സിനോ ഒരു ടീമിനോ മോശമായ അനുഭവം ഉണ്ടാവരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ, ബാഴ്സലോണ ആയിക്കോട്ടെ, ഏത് ടീം ആയിക്കോട്ടെ, റഫറിങ് വെച്ചിട്ട് അവർ ഒരു സീസണിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവരൊരു കിരീടങ്ങൾ നേടാനും അതേപോലെ ഒരു ലീഗിൽ ഓരോ മത്സരങ്ങൾ കളിക്കാൻ നടക്കുന്നത്. അവരുടെ എഫേർട്ടും കാത്തിരിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഈ ഒരു ചെറിയൊരു നിസാര റഫറിങ്ങിന്റെ പിഴവുകൊണ്ട് എന്നോട് വാർ വെച്ചിട്ടുണ്ട്, എല്ലാ സാങ്കേതികതയും ഉണ്ട്. ഇതൊക്കെ എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് കൺഫേം. ഇന്നലെ വാർ അടക്കം കൊടുത്ത് റഫറി പോയി നോക്കുന്നു, പെനാൽറ്റി വിധിക്കുന്നു. ഓക്കെ, പെനാൽറ്റിയും കൊടുത്തു. പക്ഷെ ഇതിന് മുമ്പ് കളിച്ച കളി ഇതിനേക്കാളും മോശമായ രീതിയിലാണ് ഹാൻഡ്ബോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്നാണ് ഈ ലാ ലീഗിൽ അവസാനിക്കാന്ന് കണ്ടറിയാം. അപ്പോൾ റഫറിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കാം. ബാഴ്സയെ നെട്ടിച്ചുകൊണ്ട് 15-ാം മിനിറ്റാണ് റൊമാരോയിലൂടെയാണ് ലെവന്റെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ കളിയുടെ ഗതി ഏകദേശം എവിടേക്കാണ് പോക്കുന്നത് മനസ്സിലായി ഫസ്റ്റ് ഹാഫ്. പിന്നെ 45-ാം മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിന്റെ സമയത്തായിരുന്നു പെനാൽറ്റി കിട്ടിയത്. മൊറാലസ് അവരുടെ 38 അങ്ങനെയായിട്ട് ചങ്ങായി ഫസ്റ്റ് ഹാഫിൽ തീപ്പൊരു പ്രകടനം തന്നെയായിരുന്നു. 2-3 ഗോൾഡൻ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഗോളാക്കണമെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 4 ബാഴ്സ വാങ്ങിച്ചു കൂട്ടുണ്ടായിരുന്നു. അത് എറിക് ഗ്രാസിയുടെയും ഗോൾ കീപ്പറിന്റെ മികവ് കൊണ്ടായിരിക്കാം അത് ശരിക്കും ഗോളാവാതിരുന്നത്. പിന്നെ 49-ാം മിനിറ്റിൽ പെഡ്രിയിലൂടെ 1-ാം ഗോൾ കണ്ടെത്തുന്നു ആശ്വാസമായിട്ട്. 52-ാം മിനിറ്റിൽ ഫെറാൻ ടോറസിലൂടെ 2-ാം ഗോൾ, സമനില ഗോൾ തന്നെ. ഫെറാൻ ടോറസിന്റെ അത് അതിമനോഹരമായിരുന്ന റഫീനയുടെ ക്രോസിലായിരുന്നു, അതിമനോഹരമായ ഗോളായിരുന്നു. അതേപോലെ യമാലിന്റെ അവസാനത്തെ കിക്കിലൂടെ ഓൺ ഗോളും കൂടി കിട്ടിയപ്പോൾ ബാഴ്സയുടെ വിജയം, കംബാക്ക് അതിഗംഭീരമായിരുന്നു. സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ 8 ഷോട്ടുകളാണ് ലെവന്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 5 ഓൺ ടാർജറ്റിലേക്ക് ആയിരുന്നു. 26 ഷോട്ടുകൾ ബാഴ്സ എടുത്തപ്പോൾ അതിൽ 10 ഓൺ ടാർജറ്റിൽ. അപ്പോൾ തന്നെ അവിടെ ഗോളിയുടെ ഒരു മികവ് നിങ്ങൾ കണ്ടറിയാൻ പറ്റാത്ത അത്രയ്ക്കും മനോഹരമായ ചങ്ങായി ഗോൾ സേവ് ചെയ്തത്. 1-2 ഉറച്ച ഗോളുകൾ. പിന്നെ ഫെറാൻ ടോറസിന്റെ ഒരു അത്രയും നല്ലൊരു സൂപ്പർ ചാൻസ്
ബോക്സിൽ തട്ടിയിട്ട് തെറിച്ച് പോയിട്ടുണ്ട്. അത് ശരിക്കും ഗോളാക്കി മാറ്റാൻ തന്നെ പറ്റുന്ന ഒരു ചാൻസ് ആണ്. അത്രയും ഫ്രീ ആയിട്ട് ബോക്സിൽ അടിച്ചത് പോസ്റ്റ് തട്ടിപ്പോയി. നിർഭാഗ്യം എന്ന് പറയാം. ബാൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 82% ബാൾ പൊസിഷൻ ബാഴ്സലോണയുടെ കയ്യിലുണ്ട്. ഈ 18% കൊണ്ട് 8 ഷോട്ടുകൾ ലെവൻ്റെ എടുത്തിട്ടുണ്ട്. അതിൽ 5 ഓൺ ടാർഗറ്റിൽ അടിച്ചിട്ടുണ്ട്. അതൊക്കെ കൗണ്ടറിലൂടെയാണ്, ശ്രദ്ധിക്കണം. അവർ ഓഫ്ലൈൻ ട്രാപ്പ് മറികടക്കാൻ വേണ്ടി ഒരുപാട് തവണ ശ്രമിച്ചു. അതിൽ 2-3 തവണ വിജയിച്ചു. പക്ഷേ ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. അതേപോലെ 160 പാസുകൾ മാത്രം. ഒരു ടീം 90 മിനിറ്റ് കളിച്ചിട്ട് 160 പാസുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്രയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. എന്നാലും ലെവൻ്റെ ഈ സീസണിൽ നെട്ടിക്കും, അതിൽ യാതൊരു സംശയമില്ല. ബാഴ്സലോണയോട് തന്നെ ഇത്രയും നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ ബാഴ്സലോണ 761 പാസുകൾ കംപ്ലീറ്റ് ചെയ്തു. പാസിംഗ് അക്യുറസി 58% ലെവൻ്റെ ഉണ്ടായിരുന്നു. 91% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു നമ്മുടെ ബാഴ്സലോണ. ഫൗൾസ് 10 കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബാഴ്സലോണ 8 കംപ്ലീറ്റ് ചെയ്തു. യെല്ലോ കാർഡ് 3 ലെവൻ്റെക്ക് കിട്ടിയപ്പോൾ ബാഴ്സലോണയ്ക്ക് 1. 11 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ലെവൻ്റെ 0 കോർണേഴ്സാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള കളിയുടെ ഗതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബാഴ്സയുടെ പോക്ക് എങ്ങോട്ടാണ് ഈ സീസണിൽ? ഇനി എന്തൊക്കെ റാഷ്ഫോർഡിനെ ഏത് പൊസിഷനിൽ കളിപ്പിക്കണം, എന്തായിരിക്കും റാഷ്ഫോർഡും, ഇനി റൂണി വരാനുണ്ട്, അങ്ങനെ ഉള്ള സൈനിങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള താരങ്ങൾ ഇനി ബാക്കിയുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് ഇന്നലെ ഫെർമിൻ ലോപ്പസിനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കാത്തതിൽ ഭയങ്കര ഇതുണ്ട്. അതേപോലെ റാഷ്ഫോർഡും റഫീനി യമാലും ഫെറാൻ ടോറസും എല്ലാം കൂടി കളിപ്പിക്കുന്ന പറഞ്ഞപ്പോൾ ഓൾമോനെ അല്ല, അതേപോലെ ഫെർമിനെയും പുറത്തിരുത്തിയതാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഒരു മോശം കളി. രാത്രി നാട്ടിൽ 1 മണിക്ക് കളി കാണുമെന്ന് പറഞ്ഞാൽ അത് കളി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ അറിയാലോ. അപ്പോൾ ആ ഒരു ഉറക്കം വരാതെ അറിയാം കളി കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പറ്റിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും.